സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് റോട്ടിൽ വണ്ടി ഓടിക്കുന്ന ചില ആളുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. മെയിൻലി ടു വീലർ ഓടിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള മഴക്കാലത്തുള്ള കുറച്ച് പ്രോബ്ലംസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമല്ല ഗൈസ്. ഫോർ എക്സാമ്പിൾ ഞാൻ റീസെൻ്റ്ലി നടന്ന ഇൻസിഡൻറ്റ് അറിയാം. ഈ ഇൻസിഡൻറ്റ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. ഞാൻ വൈറ്റ് പാൻസ് എല്ലാം ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോവുകയായിരുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മഴയില്ലാത്ത സമയമുണ്ട്. പക്ഷേ മഴക്കാലമായതുകൊണ്ട് ചെളിയെല്ലാം ഉണ്ടാവുമല്ലോ. ഒരു ചെളിവെള്ളം ചെളിക്കുണ്ട് കണ്ട സമയത്ത് ഞാൻ കണ്ട പാട് ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കാണുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, വണ്ടി സൈഡാക്കി വെച്ചു. അപ്പോൾ ഇവർ പാസ് ചെയ്ത് അതിൻ്റെ എനിക്ക് ചെളിയൊന്നും ചെളി നനയാണ്ട് പോകേണ്ടിയിട്ടാണ് ഞാൻ മര്യാദയ്ക്ക് സൈഡാക്കി വെച്ചത്. ഓപ്പോസിറ്റ് വരുന്നത് 2 ഓട്ടോയും അതിൻ്റെ പുറകിൽ വേറൊരു 4 വീലർ വണ്ടിയായിരുന്നു. അപ്പോൾ ഈ മുമ്പിൽ വന്ന ആദ്യത്തെ ഓട്ടോ ചിലപ്പോൾ സ്പീഡിൽ പോയതുകൊണ്ട് കുറച്ച് ചെളി തെറിപ്പിച്ചിട്ടാണ് പോയത്. ഓക്കെ. അപ്പോൾ ബാക്കിൽ ഈ ഓട്ടോ കാണുന്നുണ്ട്. ഒബ്വിയസ്ലി അവിടെ സൈഡിൽ നിർത്തി വെച്ചേക്കുന്ന ഇവർ പോയി കഴിഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് പോകേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സൈഡിൽ നിർത്തി വെച്ചത്. അപ്പൊ ഈ ബാക്കിൽ വന്ന് ഈ മുമ്പിൽ പോയ ഓട്ടനെ അതേപോലെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ബാക്കിൽ വന്ന ഓട്ടോ വീണ്ടും ചെളി തെറിപ്പിച്ചിട്ട് തന്നെയാണ് പോയത്. ബട്ട് അതിന്റെ ബാക്കിൽ ഒരു 4 വീലർ വണ്ടി ഉണ്ടായിരുന്നു. ചെങ്ങായി എന്ത് ചെയ്തു, എന്നെ കാണുകയും ചെയ്ത് സ്ലോ ആക്കി പോവുകയും ചെയ്തു. ലൈക്ക് ചെളിയൊന്നും തെറിപ്പിച്ചിട്ടില്ല. ഞാൻ കാരണം ഇപ്പുറത്തെ എൻഡിങ്ങിലാണ് നിൽക്കുന്നത്. ഇവിടം വരെ പോയിട്ട് കുറച്ച് സ്ലോ ആയി പോയി എനിക്കൊന്നും ചെളിയൊന്നും തെറിക്കില്ല. നേരെ കുറച്ച് സ്ലോ ആക്കി പോയി ചെളിയൊന്നും തെറിപ്പിക്കാണ് നൈസായിട്ടാണ് ചെങ്ങായി പോയത്. ഇത് ഈ അടുത്തുണ്ടായ ഫസ്റ്റ് ഇൻസിഡന്റ്. ആൻഡ് കുറച്ച് ഇത് അതേ ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി കുറേ മുമ്പോട്ട് പോയി. ഓൾറെഡി വൈറ്റ് പാൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെളിവെള്ളം നിറയ്ക്കുമ്പോൾ ചെളി തെറിക്കുമ്പോൾ തന്നെ ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വണ്ടി സൈഡാക്കി റെയിൻകോട്ട് ഇട്ട് സ്റ്റിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് മഴക്കാലമാണ്. ഒബ്വിയസ്ലി കുറച്ച് ചെളിയെല്ലാം തെറിക്കും. അതൊക്കെ നോർമലാണ്. അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ടു വീലർ ഓടിക്കുമ്പോൾ എങ്ങനെ ആയാലും മഴക്കാലത്ത് ചെളി കുറച്ചെങ്കിലും തെറിക്കും. അതൊക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ്സ് ഇങ്ങനെ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ ഒരു കുറച്ച് അത്യാവശ്യം വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞ സമയത്ത് വണ്ടി ഇങ്ങനെയാണ്. മുമ്പിൽ 4 വീലേഴ്സാണ്. 3-4 4 വീലേഴ്സ്. 3-4 വീലേഴ്സ്. ഒരു 4 വീലർ അങ്ങേയറ്റം വെള്ളം തെറിപ്പിച്ചിട്ടുണ്ട്. ഹൈ സ്പീഡിലാണ് ചെളി എടുത്ത് കൂടെ അങ്ങ് പോയി. അപ്പോൾ ഓപ്പോസിറ്റിൽ ഒബ്വിയസ്ലി ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കാല് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാലിൻ്റെ പകുതി വരെയൊക്കെ വെള്ളം തെറിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ ചില സമയത്ത് മഴക്കാലത്ത് എങ്ങനെയായാലും കുറച്ചൊക്കെ നനയും. ഇത് ഫുൾ റെയിൻകോട്ട് ഇട്ടിട്ട് നേരം ചെളിവെള്ളം തെറിക്കുന്നത് എൻ്റെ മുഖത്തോട്ടാണ്. അത് ഞാൻ ഹാഫ് ഫേസ് ഹെൽമെറ്റായിരുന്നു ഇട്ടേക്കുന്നത്. അപ്പോൾ മുഖത്തോട്ട് ഇങ്ങനെയാണ് ചെളി അങ്ങ് തെറിയുന്നത്. ആക്ച്വലി ഇതെന്തായിരുന്നു? വൈ വൈ വി വൈ 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 എന്തിനാണ് നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് മോസ്റ്റ്ലി നമ്മളെ കൊണ്ട് പറ്റുന്നത്രയെങ്കിലും ഇപ്പോൾ റോഡ് സൈഡിൽ നടക്കുന്ന ആളായിക്കോട്ടെ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ആയിക്കോട്ടെ, അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണ്ടേ ഓടിക്കാൻ. ഇതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം നടക്കുന്ന സംഭവമല്ല. ഇത് എല്ലാ മഴക്കാലവും ഞാൻ മോസ്റ്റ്ലി സ്ഥിരം ഫേസ് ചെയ്യുന്നതാണ്. ചില സമയത്ത് ലോറി ഓടിക്കുന്ന സമയത്ത് ഒരു ചെളിയിൽ ഇങ്ങനെ വാറ്റി തെറിപ്പിക്കും. ബസ്സാണെങ്കിൽ തെറിപ്പിക്കും. ഓട്ടോ, കാർ, ടു വീലർ ഓടിക്കുന്ന ഞാൻ ഇത്രയും കാലം മഴക്കാലത്ത് മോസ്റ്റ്ലി ഫേസ് ചെയ്തൊരു സംഭവമാണിത്. അത്രയും കാലം ഞാൻ ഇതൊന്നും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. കാരണം ഇതൊക്കെ നടക്കുന്നത് ഞാൻ ഇപ്പോൾ എവിടുന്നെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയായിരിക്കും. തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് ചെടികളും സൈഡിൽ കാലെല്ലാം നനഞ്ഞതോ, അത് മഴ കൊണ്ടിട്ട് തിരിച്ച് വരുന്നു. റെയിൻകോട്ട് ഇടാതെ മഴ കൊണ്ട് തിരിച്ച് വരുന്നു. കാരണം മഴവെള്ളമല്ലേ, കുഴപ്പമില്ല. ബട്ട് ഈ ചെളിവെള്ളം മുഖത്തടിക്കുന്നത് ഇതും 2, 3, 4ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇതന്നെ സെയിം അനുഭവം. ഒരു പ്രാവശ്യം 4 വീലർ ആണെങ്കിൽ വേറെ സമയത്ത് അത്യാവശ്യം വലിയ വേറെ ഏതെങ്കിലും വണ്ടിയായിരിക്കും, ബസ്സായിരിക്കും. സോ ഇങ്ങനത്തെ അനുഭവം എനിക്ക് മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്, അതോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടു വീലർ ഓടിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? പേഴ്സണലി എൻ്റെ കൂടെ ഇരിക്കുന്ന ചില സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ മൈസൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെ ഏതോ ചുരം ഇറങ്ങുമായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഡൗൺ പോർ നല്ലോണം ചെയ്യുന്നുണ്ട്. ഇവൻ വൈറ്റ് ഷർട്ടായിരുന്നു ഇട്ടത്. അപ്പോൾ ഇതേപോലെ ഒരു വലിയ വണ്ടി ഒറ്റ ചെളി തെറിപ്പിച്ചിട്ട് ഇവൻ്റെ വെള്ള ഷർട്ട് മൊത്തം ഫുൾ ചെളി വെള്ളം. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം ഞാനൊരു ഫൺ വൈബിലായിരുന്നു. നമ്മൾ ആ സമയത്ത് ആ മൂഡായിരുന്നു. ബട്ട് ഒരു സ്ഥലത്ത് അതൊക്കെ നമ്മൾ റിട്ടേൺ ആയിരുന്നു. വീട്ടിലോട്ട് തിരിച്ച് റിട്ടേൺ ആയിരുന്ന സമയമായിരുന്നു. ബട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. ഒബ്വിയസ്ലി ഞാൻ ആ സമയത്ത് വെള്ളപ്പൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം. ഇങ്ങനത്തെ പോലത്തെ വ്യത്യസ്തമായ അനുഭവം അല്ലെങ്കിൽ സെയിം സിറ്റുവേഷൻ ടു വീലർ ഓടിക്കുന്ന ആൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇൻ ദ സെൻസ് ടു വീലർ എന്ന് പറഞ്ഞാൽ സ്കൂട്ടറാണ്. സ്കൂട്ടറിൽ അത്യാവശ്യം ബൈക്ക് ഓടിക്കുന്നത് സംബന്ധിച്ച് കുറച്ചും കൂടി നമുക്ക് കവർ കിട്ടുന്നുണ്ട് ചെളി തെറിക്കുന്ന സമയത്ത് എന്നാണ് എൻ്റെ ഊഹം. എനിവേ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഉള്ളൂ. എനിക്കെന്തോ ഇത് പറയാൻ തോന്നി. മോസ്റ്റ്ലി മഴക്കാലത്ത് സ്ഥിരം കാണുന്നൊരു സംഭവമാണ്. ചില സമയത്ത് റോഡ് സൈഡിൽ നടക്കുന്ന ഒരാളായിരിക്കാം ചെളി എറിച്ചിട്ട് പോകുന്നത്. ആൻഡ്
റോഡ് സൈഡിൽ നടക്കുന്ന ആൾക്ക് മാത്രമല്ല, ടൂ വീലർ ഓടിക്കുന്ന ആൾക്കും സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വരുന്നുണ്ട്. സോ എന്താ ഇവിടെ ഇത്രയുള്ളൂ ഗൈസ്.